വെൽക്കം ടു നാഷൻ സീരീസ്. ഇന്ന് നമ്മൾ ഫോമുലാസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിനു മുമ്പ് കംപ്ലീറ്റ് ഡേറ്റാബേസ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ടുഡേ വി ഗോൺ ഡിസ്കസ് അബൌട്ട് ദ ഫോമുലാസ്. സോ ഫസ്റ്റ് ആയിട്ട് നമ്മൾ സിമ്പിൾ ഫോമുലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവൈഡ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇഫ് യു സീ ഇൻ ദ സ്ക്രീൻ, എഡിറ്റ് പ്രോപ്പർട്ടി ക്ലിക്ക് ചെയ്യുക, ഫോമുലാസ് ചൂസ് ചെയ്യുക. ഫോമുലാസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഹൗ ടു ഡു ഫോമുലാസ്, ഇതാണ് ഫോമുലാസ് ബാർ. നമ്മൾ ഏറ്റവും മോസ്റ്റ് ഓഫ് ദ തിങ്സ് ചെയ്യാൻ പോകുന്നത് ഈ ഫോമുലാസ് ബാറിലാണ്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ടൊരു റിപ്പോർട്ട് കാർഡ് ആഡ് ചെയ്തിട്ട് റിപ്പോർട്ട്, സബ്മിഷൻ ഡേറ്റ്, റിവ്യൂ ഡേറ്റ് ഇടണം. അതിനുശേഷം ഇവിടെ ടോട്ടൽ പേജസ്, കംപ്ലീറ്റഡ് പേജസ് എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊരു അസംഷനാണ്. ഞാൻ ഫോമുല ബാർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു പെർസെൻറ്റേജ് ആക്കാം. ഓക്കെ, പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ. സോ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഫോമുല? ഇറ്റ്സ് വെരി സിമ്പിൾ. ഈ 200നെ 200 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ നമ്മളതാണ് ഫോമുലയിൽ ചെയ്യാൻ പോകുന്നത്. 200 എന്ന് പറയുന്നത് എന്താണ്? അവിടെ നമ്പേഴ്സാണ് പറയുന്നത്. ഇവിടെ നമ്മൾ പ്രോപ്പർട്ടിയിൽ പറയണം കംപ്ലീറ്റഡ് പേജസിനെ ടോട്ടൽ പേജസ് കൊണ്ട് റിപ്പീറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ പ്രോപ്പർട്ടീസും ഇവിടെ കാണാൻ പറ്റും. സോ അതിനകത്ത് നിന്ന് നമ്മൾ കംപ്ലീറ്റഡ് സെലക്ട് ചെയ്യുക. കംപ്ലീറ്റഡ് divided by slash normal expression divided by then the total pages. See, click, ഇതാണ് ചെയ്തത്. ഡിവൈഡ് ഇതിനെ 100 കൊണ്ട് ആയി കഴിഞ്ഞാലാണ് പെർസെൻറ്റേജ് ആവാൻ പോകുന്നത്. ഓക്കെ, സോ എങ്ങനെ വിൽ എഡിറ്റ് ദ ഫോമുല? നമുക്കൊരു ബ്രാക്കറ്റ് ഇടാം. ബ്രാക്കറ്റ് ഇടുമ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ നോർമലി എക്സലിൽ ചെയ്യുന്നത് പോലെ into 100. സോ വിൽ ഗെറ്റ് ഇറ്റ് ഡൺ. ബട്ട് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മറ്റൊരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത്, ഇതിൻ്റെ ഡെസിമൽ പോയിൻറ്റ്സ് ഭയങ്കരമാണ്. 1, 2, 3, 4 അങ്ങനെ ഒരു മോർ ദാൻ 5 to 6 ആണ്. അതെന്ന് പറയുന്നത് നമ്മുടെ നോർമൽ മനുഷ്യർക്ക് അത് അങ്ങോട്ട് സുഖിക്കില്ല. നമുക്കൊരു 2 ഡിജിറ്റിൽ 1 ഡിജിറ്റിൽ ക്ലോസ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? അനദർ ഫോമുല നമുക്ക് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് കോൾഡ് റൗണ്ട്. എഗെയിൻ ഐ ആം ഗോയിങ് ടു എഡിറ്റ് ദ ഫോമുല. ഇവിടെ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് എന്ന് പറയുന്നൊരു ഫോമുല അപ്ലൈ ചെയ്യാൻ പോവുക. റൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ എക്സാമ്പിൾ കാണിക്കും എങ്ങനെയാണ് നമ്മൾ റൗണ്ട് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഓപ്ഷൻസ്. ഞാൻ റൗണ്ട് എന്ന് പറയുന്നത് റൗണ്ട് കഴിഞ്ഞിട്ട് ROUND റൗണ്ട് സ്പെല്ലിംഗ് കഴിഞ്ഞിട്ട് 2 ബ്രാക്കറ്റ്, ഒരു ബ്രാക്കറ്റ് ഞാൻ ഇവിടെ കൊടുത്തു, ഒരു ബ്രാക്കറ്റിനുള്ളിൽ ഫുള്ള് കൊടുത്തു. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ 66% വരുന്നു. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും പോയിന്റ് കഴിഞ്ഞിട്ട് എത്രത്തോളം വരണം, ഡെസിമൽ പോയിന്റ്സ് എത്ര വരണം എന്ന് ചെയ്തിട്ടില്ല. റൗണ്ട് ഫിഗർ കിട്ടി. വേണമെങ്കിൽ നമുക്കത് അങ്ങനെ പോയിന്റ്സ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് തൊട്ട് മുമ്പ് നമുക്ക് ഈ റൗണ്ട് നമ്പറിൽ നിന്ന് 2 3 ഡെസിമൽ ആക്കണമെങ്കിൽ ഒരു ചെറിയ ട്രിക്ക് നമ്മൾ ചെയ്യണം. 2 ഡിജിറ്റ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യും. 1 ഡിജിറ്റ് ആണെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യും. അതൊരു ചെറിയ ഹാക്കാണ്, ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ ചെയ്യുന്നതെന്ന്. സോ ഫോർ ദാറ്റ് വി ഹാവ് ടു again put this into a bracket. ഇവിടെ 100 ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് അടിക്കും. സോ അതുകൊണ്ട് ഞാനാണെങ്കിൽ 10 വെച്ച് കാണിച്ചു തരാം. സോ അതിനകം ഞാൻ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഔട്ട് സൈഡ് ഞാൻ 10 വെച്ച് ഡിവൈഡ് ചെയ്തു. സോ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഡിജിറ്റിൽ അത് സെറ്റായി കേട്ടോ. ഇഫ് യു വാണ്ട് 2 ഡിജിറ്റ് 100 വെച്ച് ട്രൈ ചെയ്യാം അങ്ങനെ. സോ ദിസ് ഈസ് വൺ എക്സാമ്പിൾ. ഡിവൈഡിന് പകരം നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അടുത്ത് നമ്മളൊരു സെഗ്മെന്റിലേക്ക് പോകുന്നതെന്ന് പറയുന്നത് ഡേറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഇതെന്താണ് ഞാനാണെങ്കിൽ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പോപ്പുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോർഷൻസ് ആണ് ഞാൻ എടുക്കുന്നത്. അതായത് നമ്പേഴ്സ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് കോമൺ. ആൻഡ് അനദർ വൺ ഈസ് ലൈക്ക് ഡേറ്റ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. സോ ഡേറ്റ് ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഒരു സബ്മിഷൻ ഡേറ്റ്, ഇവിടെ ഒരു റിവ്യൂ ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഈ റിവ്യൂ ഡേറ്റിനെ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സബ്മിറ്റ് ചെയ്തതിന് ശേഷം 10 ദിവസത്തിനുള്ളിൽ തന്നെ, 10 ദിവസം അല്ലെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് റിവ്യൂ ചെയ്യണം എന്നൊരു കോൺസെപ്റ്റ് ആണെന്ന് വെച്ചാൽ ഞാനപ്പോൾ അതിന് എഡിറ്റ് പ്രോപ്പർട്ടി എടുത്ത് ഫോമുലാസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ഫോമുലാസ് സെലക്ട് ചെയ്തതിന് ശേഷം റിവ്യൂ ഡേറ്റിന് എന്താണ് ചെയ്യേണ്ടത്? റിവ്യൂ ഡേറ്റിന് വേണ്ടിയിട്ട് ഈ ഫോമുല ബാർ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഡേറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടീസിൽ ഡേറ്റ് ആഡ് എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഡേറ്റ് ആഡ് എന്ന് പറഞ്ഞത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണാം ഡേറ്റ് ആഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡേറ്റ് ആഡ് ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, നമ്പർ ഓഫ് ഡേയ്സ്, യൂണിറ്റ്സ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഏത് യൂണിറ്റുകളിൽ ആഡ് ചെയ്യാം. ഇയേഴ്സിൽ, ക്വാർട്ടേഴ്സിൽ, മന്ത്സിൽ, വീക്കിൽ, ഡേയ്സിൽ, അവേഴ്സിൽ, മിനിറ്റ്സിൽ. സോ ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ ഡേറ്റ് ആഡ് എന്നുള്ള ഫോമായിട്ട് അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ കൊടുക്കണം. ഓക്കെ, ഡേറ്റ് ആഡ് എന്ന് പറയുന്ന ഫോമുല എടുത്തു. ഇതിൽ നിന്ന് ഞാൻ സബ്മിഷൻ ഡേറ്റ് ക്ലിക്ക് ചെയ്തു. സബ്മിഷൻ ഡേറ്റ് അതിനുശേഷം എത്ര ദിവസമാണ് ആഡ് ചെയ്യേണ്ടത്? 3 days. ബട്ട് 3 എന്ന് പറയുന്ന ഫിഗർ സിസ്റ്റത്തിന് അറിയത്തില്ല ഇതിന് ഡേയ്സ് ആണോ ഇയറിലാണോ കൂട്ടേണ്ടത്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിനാണ് ഈ യൂണിറ്റ് നമ്മൾ അവസാനം ആഡ് ചെയ്യേണ്ടത്. ആ യൂണിറ്റ് എന്ന് പറയുന്നത് ഇവിടെ കിടപ്പുണ്ട്. എന്തൊക്കെയാണ്? ഇയേഴ്സ് ഉണ്ട്, ക്വാർട്ടേഴ്സ് ഉണ്ട്, മന്ത്സ് ഉണ്ട്. ആ യൂണിറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ യൂണിറ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും.
ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ January 6 ആയി 3 ദിവസം ആഡ് ചെയ്തിട്ട് എല്ലായിടത്തും 3 ദിവസത്തെ റിവ്യൂ ഡേറ്റ് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ വേറൊരു ഓപ്ഷൻ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ അക്സെപ്റ്റ് ചെയ്ത ഡേറ്റിൻ്റെ ഡിഫറൻസ് നമുക്ക് ആഡ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ ഡേറ്റ് ബിറ്റ്വീൻ എന്ന് പറയുന്ന ഒരു ഫോമുലയും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ഞാനൊരു ഫോമുല ആഡ് ചെയ്യുകയാണ്. ഫോമുല ആണ്. നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഈ 2 ഡേറ്റും സബ്മിഷനും റിവ്യൂ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തത് നമുക്കറിയാം ഡിഫറൻസ് 3 ആണെന്നുള്ളത്. അത് നമ്മുടെ ഡിഫറൻസ് എന്നുള്ള രീതിയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് ബിറ്റ്വീൻ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 ഡേറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് അതിനോട് ഏത് യൂണിറ്റിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് പറഞ്ഞു തരും. ഞാൻ ഉദാഹരണത്തിന് ഈ സബ്മിഷൻ ഡേറ്റ് ഞാൻ കൊടുത്തു, കോമ റിവ്യൂ ഡേറ്റ് അതിനുശേഷം ഇത് ഏത് യൂണിറ്റിലാണ് പറഞ്ഞു തരേണ്ടതെന്ന് ഞാനിപ്പോൾ ഡേയ്സിൽ കൊടുത്തു. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ -3. ആക്ച്വലി -3 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ ഡേറ്റ് മൈനസ് സബ്മിഷൻ ആണെങ്കിൽ 3 ആയിരുന്നു, തിരിച്ച് സബ്മിഷൻ ടു മൈനസ് ആയതുകൊണ്ട് -3 ആണ്. സോ ഇതാണ് പോപ്പുലർ ഡേറ്റ് ഫോമാറ്റ്. നമ്മൾ ഡേറ്റ് ബിറ്റ്വീൻ എടുക്കുക, ഡേറ്റ് ആഡ് എടുക്കുക. ദ സെയിം വേ ഡേറ്റ് സബ്ട്രാക്ട്സ് ഉണ്ട്. ഇവിടെ തന്നെ കാണിച്ചു തരാം. ഡേറ്റ് സബ്ട്രാക്ട് എടുക്കുകയാണെങ്കിൽ ഞാനിത് ഡിലീറ്റ് ചെയ്തു. ഡേറ്റ് സബ്ട്രാക്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇനിയിപ്പം റിവ്യൂ ഡേറ്റിൽ നിന്ന് അല്ലെങ്കിൽ സബ്മിഷൻ ഡേറ്റിൽ നിന്ന് ഇവിടെ സബ്മിഷൻ ഡേറ്റിൽ നിന്ന് ഒരു 10 ദിവസം മുമ്പേ ഞാൻ കുറയ്ക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് എനിക്ക് ഫോളോ അപ്പ് ചെയ്യണം. സോ ദിസ് ഈസ് എ ഫോളോ അപ്പ് ഡേറ്റ് ഫോർ മീ. സോ 5 ദിവസം മുമ്പേ ഞാൻ ഫോളോ അപ്പ് ചെയ്താലേ അവർ ചെയ്തോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തുള്ളൂ. ആ ഡേറ്റ് എനിക്കിവിടെ കിട്ടണമെങ്കിൽ എന്താ ഡേയ്സ് എടുത്തു. അപ്പം ഓക്കെ, ഞാനിപ്പോൾ ഡൺ അടിച്ച് കഴിഞ്ഞാൽ എന്താണ് വരുന്നത്, ഈ ഡേറ്റിലാണ് എനിക്കാണെങ്കിൽ ഫോളോ അപ്പ് ചെയ്യേണ്ടത്. സബ്മിഷൻ ഡേറ്റിനേക്കാളും 5 days മുമ്പ് ഫോളോ അപ്പ് ചെയ്തു, 3 days ഞാൻ റിവ്യൂ ചെയ്തു. അങ്ങനെ ഡേറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കിത് ചെയ്യാം. അത് മാത്രമല്ല, ഇപ്പം എനിക്കിപ്പോൾ ഫോളോ അപ്പിനാണെങ്കിൽ ഞാനിപ്പം ആവശ്യം തുറക്കുമ്പോൾ എനിക്ക് ഡേയ്സിൽ മാത്രം മതി, ഇത്രയും വലിയ ലോങ് ഫോമാറ്റിൽ വേണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഫോമാറ്റ് ഉപയോഗിക്കാം. ഫോമാറ്റ് ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഞാനാണെങ്കിൽ ഇതിനെ ജസ്റ്റ് ഒന്ന് ബ്രാക്കറ്റിലേക്ക് ആക്കുകയാണ്. എന്നിട്ട് ഫോർമാറ്റ് ഡേറ്റിൽ ഈ ഫസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അതൊരു ഡേറ്റ് ആണ് തരുന്നത്. അപ്പം അതിന് ശേഷം നമുക്ക് എന്താണ് ഏത് രീതിയിലാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ, എനിക്ക് ഡേയ്സ് മാത്രമാണ് വേണ്ടതെങ്കിൽ എനിക്ക് DD 4D അതിൻ്റെ ഇത് നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം. DD YY ആണെങ്കിൽ ഇയർ ഫോമാറ്റ്, MM ആണെങ്കിൽ മന്ത് ഫോമാറ്റ്, DD ആണെങ്കിൽ ഡേയ്സിൽ. സോ DD കൊടുത്തു കഴിഞ്ഞാൽ ഫ്രൈഡേ കിട്ടും. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് അത് മന്ത് മാത്രമാണ് അറിഞ്ഞാൽ മതിയെങ്കിൽ MM കൊടുക്കുകയാണെങ്കിൽ, ക്യാഷ് ലോക്ക് MM കൊടുക്കുകയാണെങ്കിൽ മന്ത് ഡിസംബർ മന്താണ്, അതുകൊണ്ട് മന്തിൻ്റെ ഇത് എടുക്കും. ലെറ്ററിൽ വേണമെങ്കിൽ 3 ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഡിസംബറിൽ വരും, 2 കൊടുത്തു കഴിഞ്ഞാൽ 12 എന്നുള്ള നമ്പറിൽ വരും. ഇനി അത് ലോങ് ആയിട്ട് വേണമെങ്കിൽ ഒരു MM കൂടെ കൊടുത്താൽ മതി, ഫുൾ ഡിസംബറിൽ വരും. നിങ്ങളിവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇവിടെയാണ് ഡിഫറൻസ് ശ്രദ്ധിക്കേണ്ടത്. ഇത് വരുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡിഫറൻസ് കാണാൻ പറ്റും. ദിസ് ഈസ് ആവും. ഇനിയിപ്പം എമ്മിന് പകരം ഞാനാണെങ്കിൽ ഡേയ്സ് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ DD എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡേറ്റ് വരും. ഇനി DD ആണ് കൊടുക്കുന്നതെങ്കിൽ ഡേറ്റ് വരും. സ്മോൾ D ആണ് കൊടുക്കുന്നതെങ്കിൽ ഫ്രൈഡേ 3 ലെറ്ററിൽ വരും. 4D ആണെങ്കിൽ ഇതിൽ വരും. നിങ്ങൾ ആ ഇവിടെ നോട്ടീസ് ചെയ്യുമ്പോൾ ആ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഫോർമാറ്റ് ചെയ്യാനും പറ്റും ഡേറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഫ്രൈഡേ സാറ്റർഡേ, സോ എനിക്കാണെങ്കിൽ റിവ്യൂ ചെയ്യാൻ വരുമ്പോഴത്തേക്കും ഇന്നത്തെ സാറ്റർഡേ ആണോ അതനുസരിച്ച് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് 1 എക്സാമ്പിൾ ഫോർ ദ ഡേറ്റ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് MT എന്ന് പറയുന്നതാണ്. അതും ഒരു യൂസ്ഫുൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ റിപ്പോർട്ടിൽ തന്നെ ഈ ഒരു ഡേറ്റ് ഇല്ല എന്ന് വെച്ചു. ഈ ഒരു ഡേറ്റില്ല, ഞാൻ വേറൊരു ഡേറ്റാബേസിൽ നിന്നാണ് ഞാനത് ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ തന്നെ നമുക്ക് ചെയ്യാം. തൽക്കാലം ഈ ഒരു ഫോമുല തന്നെ നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് MT എന്ന് പറയുന്ന ഒരു ഫോമുല നമുക്ക് യൂസ് ചെയ്യാം. MT എന്ന് പറയുന്ന ഫോമുല യൂസ് ചെയ്യുകയാണെങ്കിൽ MTയിൽ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാല്യൂ ഉണ്ടെങ്കിൽ അതിനെ ഫാൾസ് ആണെന്നും ഇല്ലെങ്കിൽ അതിനെ ട്രൂ ആയിട്ടും റിട്ടേൺ ചെയ്യും. ഇപ്പം സബ്മിഷൻ ഡേറ്റ് എവിടെയെങ്കിലും MT ആണോ എന്നുള്ളത് നമുക്ക് MT സബ്മിഷൻ ഡേറ്റ് പ്രോപ്പർട്ടി ഞാൻ ചൂസ് ചെയ്തു. സോ അത് വരുന്നത് ചെക്ക് ബോക്സ് ആയിട്ടാണ്, ട്രൂ ഓർ ഫാൾസ് ആയിട്ടാണ് വരുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ അത് ഫാൾസ് ആയിട്ട്, ഇവിടെയാണെങ്കിൽ ഡേറ്റ് ഇല്ല, നമുക്ക് ഡേറ്റ് ആഡ് ചെയ്യണം. ബട്ട് ബാക്കി നിങ്ങളുടെ ഡേറ്റ് ഉള്ളതുകൊണ്ട് ഫാൾസ് ആയിട്ട് വന്നു. ഇനി ട്രൂ ഫാൾസ് എപ്പോഴും ഇതിനകത്ത് വരുന്നത് ഒരു ചെക്ക് ബോക്സ് ആയിട്ടാണ്. ട്രൂ ഫാൾസ് ഇതിനെ വെച്ചിട്ട് നമുക്ക് ഈഫിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാം. അടുത്തതായി ഞാൻ ഈഫ് വെച്ചിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ പറഞ്ഞു തരാം. ഈഫ് എന്ന് പറയുമ്പോഴത്തേക്കാണ് ഈ കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളും നമ്മളെ ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ MT പഠിച്ചു. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MT ആയിട്ട് ഈ സബ്മിഷൻ ഡേറ്റിന് MT ആണെങ്കിൽ അവിടെ ഞാനൊരു സ്ട്രിങ് പാസ് ചെയ്യും. സ്ട്രിങ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും എഴുതുന്നു, നോ ഡേറ്റ്, നീഡ് ടു ആഡ് ഡേറ്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു മോർണിംഗ് തരുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്
ആക്കുക. if സ്റ്റേറ്റ്മെൻറ്റ് if ടൈപ്പ് ചെയ്തതിന് ശേഷം 2 ബ്രാക്കറ്റ് കൊടുക്കുക, ക്ലോസിങ് ബ്രാക്കറ്റ് ഇടുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ തന്നെ എക്സാമ്പിൾസും കാണാം. if സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് എന്താണ് കാണുന്നത് എന്നുള്ളത്. if സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ടിപ്പിക്കൽ if സ്റ്റേറ്റ്മെൻ്റ് ആണ്. എക്സൽ ഷീറ്റിലുള്ള അതേ സെറ്റപ്പ് ഒക്കെ തന്നെയാണ്. ട്രൂ ആണെങ്കിൽ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് റിസൾട്ടായിട്ട് വരും, ഫാൾസ് ആണെങ്കിൽ സെക്കൻഡ് ആർഗ്യുമെൻറ്റ് റിസൾട്ടായിട്ട് വരും. സോ ഞാനിപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഇട്ടിട്ട് ആ ഡേറ്റ് കൊടുക്കും. ഡേറ്റ് എം ടി ആണോ ഇല്ലെന്ന് ചെക്ക് ചെയ്യും. എം ടിക്ക് നമുക്ക് എം ടി ഇക്വേഷൻ ഉണ്ട്, എം ടി അതിനൊരു ബ്രാക്കറ്റ് ഉണ്ട്. സോ ഈ ബ്രാക്കറ്റുകളൊക്കെ മാനേജ് ചെയ്തോളും. ബ്രാക്കറ്റുകളൊരു എപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ്. എം ടി സബ്മിഷൻ ഡേറ്റ് ഞാൻ കൊടുത്തു. ഇപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരുന്നത്? ട്രൂ ഫാൾസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ എം ടിന്ന് ട്രൂ ആണെങ്കിൽ അല്ലെങ്കിൽ എം ടി ആണെങ്കിൽ ഈ സേ ദാറ്റ് നോ ഡേറ്റ് ഓഫ് സബ്മിഷൻ 2 കോളനിൽ കൊടുക്കണം. എം ടി അല്ല ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും വേണ്ട. അത് ഒന്നും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്പേസ് കോളനിൽ കൊടുത്താൽ മതി. വി വിൽ ജസ്റ്റ് എൻ്റർ, സീ വാട്ട് ഹാപ്പൻ. ഡൺ. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ടിടത്തൊന്നുമില്ല. ഇവിടെയാണെങ്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നോ സബ്മിഷൻ ഓഫ്, ഇവിടെ നത്തിങ്. വൈ? ബിക്കോസ് ഇവിടെ രണ്ടിടത്തും ഡേറ്റ് ഉണ്ട്. ഇവിടെയും ഡേറ്റ് ഉണ്ട്, ഇവിടെയും ഡേറ്റ് ഉണ്ട്. സോ നമ്മുടെ ഇക്വേഷൻ പ്രകാരം ഇവിടെ ഒന്നും വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഡേറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. ഞാൻ ഇവിടെ ഒരു ഡേറ്റ് എടുത്തിട്ടുണ്ട്. സോ ഒരു ഡേറ്റ് ഇവിടെ വന്നപ്പം ഹിയർ ഇറ്റ്സ് empty. സോ ഞാൻ ഇവിടുത്തെ ഡേറ്റ് ഡിലീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? നോ ഡേറ്റ് ഓഫ് സബ്മിഷൻ. സോ അതാ ഞാൻ പറഞ്ഞ ഇക്വേഷൻസും ഫോർമുലാസും യൂസ് ചെയ്യുമ്പോഴാണ് ഇത് ഭയങ്കര ഡൈനാമിക്സ് ആവുന്നത്. സോ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻസും ഫോർമുലാസും ഇത് ഇനഫാണ്. ബിക്കോസ് നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് നമ്പേഴ്സും ഡേറ്റ്സും ഒക്കെയാണ്. ഈഫ് വെച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാം. ഈഫ് വെച്ച് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈഫ് ആൻഡ് കണ്ടീഷൻ വെച്ച്, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ടേബിൾ മാറ്റിയിട്ട് ഞാൻ ഈ ഒരു ടേബിൾ എടുക്കുകയാണെങ്കിൽ ഇതൊരു കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ടാസ്ക് ഉണ്ട്, ഒരു ഡേറ്റ് ഉണ്ട്, അതിനൊരു പ്രയോറിറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്, ഹൈ ആൻഡ് മീഡിയം. ഞാൻ ഇവിടെയാണെങ്കിൽ ഓവർഡ്യൂ ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു if സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇവിടെ എന്താണ് നമ്മൾ ലോജിക് പോകുന്നത്. ഇവിടെ നമ്മളൊരു പുതിയ ഫംഗ്ഷൻ കൂടെ പഠിക്കാൻ പോവുകയാണ്. ഫംഗ്ഷൻ്റെ പേരാണ് നൗ. അതായത് ഇപ്പോഴത്തെ ഡേറ്റിനേക്കാളും 2 ദിവസം പിന്നാലെ അല്ലെങ്കിൽ 1 ദിവസം പിന്നാലെ ആണെങ്കിൽ വിൽ ഷോസ് ആറ്റ് ഇറ്റ്സ് അർജൻറ്റ്. അതിനെന്താ നമ്മൾ ചെയ്യുന്നത്? ആദ്യം ഈ ഫോർമുല എടുക്കുക. ഈ ഫോർമുലയിൽ ഫസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ സെലക്ട് ചെയ്യുക. ഡേറ്റ് ഓഫ് സബ്മിഷൻ എന്ന് പറയുന്നത് ഇവിടെ ഡേറ്റിന് പേരൊന്നും ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. സോ ഐ എം അണേബിൾ ടു, നമുക്കിവിടെ ഒരു പേര് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടാണ്. നമുക്ക് ആദ്യം ഇത് എഡിറ്റ് പ്രോപ്പർട്ടി പോയിട്ട് ഇതിന് ടാസ്ക് ഡേറ്റ് കൊടുക്കാം. ഡ്യൂ ഡേറ്റ് ആയിരിക്കും, ഡ്യൂ ഡേറ്റ്. അതാണ് പേരും പ്രോപ്പർട്ടീസിന് പേരൊക്കെ പ്രോപ്പറായിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ അതും ഒരു ബുദ്ധിമുട്ടാവും നമുക്ക്. ഇനി നമ്മൾ ഈ ഫോർമുലയിൽ നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്യൂ ഡേറ്റ് സെലക്ട് ചെയ്യാം. ഡ്യൂ ഡേറ്റ് ഈസ് ലെസ് ദാൻ ടുഡേസ് ഡേറ്റ് എങ്ങനെ കിട്ടും? നൗ ബ്രാക്കറ്റ്. ഇതാണ് ഞാൻ പറയാൻ പോകുന്ന ഒരു ബോണസ് പോയിന്റ്. നൗ എന്ന് അടിച്ചു കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ ഡേറ്റ് കിട്ടി. ഇവിടുത്തെ ഡേറ്റ് ആണെങ്കിൽ വാട്ട് വി നീഡ് ടു പാസ്, ഡ്യൂ ഡേറ്റ് ഇന്നത്തേക്കാളാണെങ്കിൽ അർജൻറ്റ്. അതർവൈസ് ബ്ലാങ്ക് ആയിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ. സോ ഇന്നത്തെ ഇത് മാത്രം ഓൾഡ് ഡേറ്റ് ആയതുകൊണ്ട് ഇവിടെ അർജൻറ്റ് വന്നില്ല. ബാക്കി എല്ലായിടത്തും ഈ അർജൻറ്റാണ്, ഇവിടെ അർജൻറ്റ് അല്ല. ഞാനൊരു കാര്യം ചെയ്താൽ ഈ ഡേറ്റ് ആണെങ്കിൽ ഒരു 5th, അതായത് ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 3rd ആണ്. 3rd മാറ്റി 5th ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? ഇത് പോകും. ഇവിടെ ഇപ്പോൾ ഇത് പോയല്ലോ, ഇവിടെ രണ്ടിടത്തും. ബിക്കോസ് ഇത് രണ്ടും അർജൻറ്റാണ്. ഇനി ഞാനാണെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിക്കാൻ പോകുന്നത് ആൻഡും കൂടെ ചേർത്തിട്ടാണ്. ഈഫിന് ഒരു എക്സാമ്പിൾ, 2 എക്സാമ്പിൾ ഈഫിന് കാണിച്ചു, ബിക്കോസ് അത് കൺഫ്യൂഷൻ ആകുമെന്ന് വിചാരിച്ചിട്ടാണ്. 1 more എക്സാമ്പിൾ കാണിക്കുന്നത് ഈ ആൻഡ് എന്ന് പറയുന്നതാണ്. മൾട്ടിപ്പിൾ കണ്ടീഷനാണ്. ഞാൻ ഇതുവരെ ചെക്ക് ചെയ്തത് ഒരു കണ്ടീഷനാണ്. ഇവിടെ ഈ ഒരു കണ്ടീഷൻ ഇന്നത്തെ ഡേറ്റിനേക്കാളും താഴെയാണെന്ന് വെച്ചു. ഇനി ഞാനാണെങ്കിൽ 2 കണ്ടീഷൻ ചെക്ക് ചെയ്യാം. ഈഫ് എന്ന് പറയുന്നതിന് ഫസ്റ്റ് ഡ്യൂ ഡേറ്റ് കൊടുത്ത് അർജൻറ്റ് വന്നു. ഇതാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ 2 ക്രൈറ്റീരിയ ചെക്ക് ചെയ്യും. 2 ക്രൈറ്റീരിയ ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അറിയണം ആൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ആൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്ലോസ് ബ്രാക്കറ്റ്, ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എഗെയിൻ ആൻഡിൻ്റെ ഫോമിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ. ഇത് നിങ്ങൾ ആൻഡ് എന്ന് നൽകിയത് 2 കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ 3rd കണ്ടീഷൻ ട്രൂ ആയിട്ട്, 2 അല്ലെങ്കിൽ എത്ര കണ്ടീഷൻ ആണോ ഇതിനകത്ത് കാണുന്നത് അതെല്ലാം ട്രൂ ആണെങ്കിൽ ഇവിടെ ട്രൂ വരും. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫോൾസ് ആയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ട്രൂ ആണ്, ഇത് ഫോൾസ് ആണ്. ഇൻ ദാറ്റ് കേസ് ഇവിടെ ഫോൾസ് വരും. സോ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കണ്ടീഷൻ ചെക്ക് ചെയ്യണമല്ലോ. ഫസ്റ്റ് കണ്ടീഷൻ ഞാൻ കൊടുക്കാൻ പോകുന്നത് ആ സെലക്ട് പ്രോപ്പർട്ടി ഹൈ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഹൈക്കാണ് എങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 ഈക്വൽ സൈൻ ആണ്. ഹൈ ആണെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം രണ്ടാമത് പ്രോപ്പർട്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെക്ക് ബോക്സ് ആണ്. ആ ചെക്ക് ബോക്സ് ട്രൂ ആണോ ഇല്ല എന്ന്. ചെക്ക് ബോക്സിന് ഒരു പ്രത്യേകതയുണ്ട്, അത് ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി. അതിൻ്റെ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൂ, ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോൾസ്. സോ അങ്ങനെ. അപ്പോൾ ഇതിന് 2 ഏതെങ്കിലും ഒരു ആൻസർ വരുന്നു എന്ന് പറയുന്നത് എന്തായിരിക്കും?
ഒരു ട്രൂ അല്ലെങ്കിൽ ഒരു ഫോൾസ് ആയിരിക്കും വരുന്നത്. എന്താ രണ്ടും ട്രൂ ആണെങ്കിൽ, അതായത് ഒരാൾ ഹൈയും ആണ് സെലക്റ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓൾറെഡി ഡൺ ആണെങ്കിൽ വി ഹാവ് നോ ഇഷ്യൂ. അതർവൈസ് വി ഹാവ് ഇഷ്യൂ ഹിയർ. ടിക്ക് ബോക്സ് ഫാൾസ് ആണ്, ഇത് ട്രൂ ആണ്. എന്ന് പറയുമ്പോൾ ടിക്ക് ബോക്സ് ഈക്വൽ ടു കൊടുക്കണം. ഈക്വൽ ടു എന്ന് പറയുമ്പോൾ 2 സൈനാണ് ഇതിനകത്ത് കൊടുക്കേണ്ടത്. ഫാൾസ്. ഇപ്പോൾ ഈ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ സെലക്ട് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കണം, ചെക്ക് ബോക്സ് എന്ന് പറയുന്നത് ഫാൾസ് ആയിരിക്കണം. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എന്ത് വരണം? ഇതൊരു വാർണിംഗ് ആണ്, ക്രിട്ടിക്കലാണ്. അതർവൈസ് ഓക്കെ, നോ ഇഷ്യൂ. സോ അങ്ങനെയാണെങ്കിൽ ഞാനൊന്നും ഔട്ട്പുട്ട് കൊടുക്കുന്നില്ല. ഒന്നും ഔട്ട്പുട്ട് കൊടുക്കാതിരിക്കണമെങ്കിൽ 2 കോളം കൊടുക്കണം. നമുക്ക് നോക്കാം ഇത് എന്താ സംഭവിച്ചെന്ന്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹൈ ആണ്, ഈ ഡേറ്റ് എന്ന് പറയുന്നത് പാസ്റ്റ് ഡേറ്റ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ ആ ഡേറ്റ് നമ്മൾ നോക്കുന്നില്ല. ഇത് ഹൈ ആണ്, ഈ ഡേറ്റ്, അതായത് ഈ ചെക്ക് ബോക്സ് ചെയ്തിട്ടില്ല, അത് കാരണം ക്രിട്ടിക്കൽ കാണുന്നു. ഇവിടെ ഹൈ ആണ്, പക്ഷേ ഇത് ടിക്ക് ചെയ്തിട്ടുണ്ടെന്നുകൊണ്ട് ക്രിട്ടിക്കലല്ല. ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് അതിന് ടിക്ക് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കലാവും. ദിസ് ഇസ് എ ക്രിട്ടിക്കൽ ടാസ്ക്. അപ്പോൾ നമുക്ക് ഈ ക്രിട്ടിക്കൽ ടാസ്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഞാൻ ഒന്നുകൂടെ ആ ഇക്വഷനിൽ പോയിട്ട് നിങ്ങൾക്ക് കാണിക്കാം എന്താണ് നമ്മൾ ചെയ്തു എന്നുള്ളത്. അതായത് ഇവിടെ 2 കോമ്പിനേഷൻ ചെയ്തു, ഈഫിൻ്റെയും ആൻഡിൻ്റെയും. ഈഫ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈഫ് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ട്രൂ കണ്ടീഷൻ വരണം, അതിനനുസരിച്ച് നമുക്ക് ഡിസൈഡ് ചെയ്യാം എന്താണ് വരേണ്ടത് എന്നുള്ളത്. ഇവിടെ ആ ട്രൂ കണ്ടീഷൻ വരേണ്ട കണ്ടീഷൻ എടുത്ത് നമ്മളൊരു ആൻഡ് കൊടുത്തു. ആൻഡ് കൊടുത്തിട്ട് രണ്ടോ ഒന്നിലധികമോ നമുക്ക് ചെക്ക് ചെയ്യാം. 2 കണ്ടീഷൻസ് കൊടുത്തു. ഒന്ന് ഹൈയോ ആവണം, ബോക്സ് ആവണം. വേണമെങ്കിൽ നമുക്ക് ഒരു കണ്ടീഷൻ കൂടെ കൊടുക്കാം. നമുക്ക് സബ്മിഷൻ ഡേറ്റ് ഉണ്ട്. ഈവൻ സബ്മിഷൻ ഡേറ്റിന് നമുക്കാണെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് ആണെങ്കിൽ ഇറ്റ്സ് വെരി ക്രിട്ടിക്കൽ എന്നുള്ള രീതിയിൽ നമുക്ക് കാണിക്കാം. വേണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ഒരു കണ്ടീഷൻ കൂടെ കൊടുക്കാം. ഏതാണ് സബ്മിഷൻ ഡേറ്റ്? ഡ്യൂ ഡേറ്റ് ലെസ് ദാൻ ഡ്യൂ ഡേറ്റ് ലെസ് ദാൻ നൗ. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ 3 കണ്ടീഷനാണ് ചെക്ക് ചെയ്തിട്ട് ക്രിട്ടിക്കൽ വരുന്നത്. ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ക്രിട്ടിക്കൽ ആകത്തുള്ളൂ. നമുക്ക് ഡൺ അടിച്ച് നോക്കാം. ഒന്നും ക്രിട്ടിക്കൽ അല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്യൂച്ചർ ഡേറ്റ് ആണ്. ഞാൻ ഇതിനെ പാസ്റ്റ് ഡേറ്റ് ആക്കി നോക്കാം. പാസ്റ്റ് ഡേറ്റ് ആക്കുമ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് ഓൾറെഡി പാസ് ചെയ്ത ഡേറ്റ് ആണ്. എൻ്റെ ഡേറ്റ് കറണ്ട് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 3rd ആണ്. ഫസ്റ്റിലാണ് ഇത് ചെയ്യേണ്ടിരുന്നത്, ഹൈ ആണ്. അങ്ങനെ ആയപ്പോൾ ഇത് ക്രിട്ടിക്കലായി. ഇത് ഹൈ ആണെങ്കിലും ഇത് ക്രിട്ടിക്കൽ അല്ല, ബിക്കോസ് ഇതെന്ന് പറയുന്നത് ഫ്യൂച്ചർ ഡേറ്റിലുള്ളതാണ്. ഇത് ഞാൻ ഡൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രിട്ടിക്കൽ പോകും. ഇന്നത്തെ ദിവസം ഇട്ട് നോക്കാം, അന്നേരം ആണെങ്കിൽ ക്രിട്ടിക്കലാവും. ഇത് ക്രിട്ടിക്കലാണ്. ഡൺ ആയി കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ആവത്തില്ല. ഇനി ഞാൻ ഇതിന് ഡൺ എടുത്ത് കളഞ്ഞു. മേ ബി ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇതൊന്ന് ഹൈ ആക്കി നോക്കാം. ഇതും പാസ് ഡേറ്റ് ആണ്, അപ്പം ക്രിട്ടിക്കലായി. ബട്ട് ഐ ഓൾറെഡി ഡൺ ആണെങ്കിൽ അത് പ്രശ്നമില്ല. ലോ ആണോ മീഡിയം ആണെങ്കിൽ അത് വരത്തില്ല, അത് അപ്ലൈ ആവത്തില്ല. അപ്പോൾ വളരെ ഡൈനാമിക്കലായി, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, അതിൻ്റെയൊക്കെയുള്ള ഉപയോഗിക്കുന്ന ആ ഒരു ടെംപ്ലേറ്റ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ ഫോർമുലാസ് ഉപയോഗിച്ചിട്ട്. സോ ദിസ് ഇസ് ആൻ അഡ്വാൻസ്ഡ് ടോപ്പിക്സ് ആണ്. ഇനി നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാം ഗോയിങ് ഫോർവേഡ്. ബട്ട് ദിസ് വൺ ഈസ് എ വെരി ഗുഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ടു മേക്ക് യുവർ ഓൺ templates and your own way of dealing the notions. So നമ്മൾ going forward ഓരോ ഫീച്ചേഴ്സും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക ഇതിനകത്ത്. ബട്ട് ദിസ് വിൽ ബി ഇനഫ് ഫോർ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ. ഓക്കെ, ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.